ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പാത്തുവിൻ്റെ അംഗനവാടി വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞ് പുള്ളിക്കാരി തിരിച്ചു വന്നപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുമ്പം അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള വേറൊരു ദിവസവും കൂടെ കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പഠിക്കാൻ പോകുന്നതിൻ്റെ ടീച്ചറിൻ്റെ മോണ്ടിസോറി ടീച്ചറിന് TTC അത് പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈയിടെ ഒരു 1 ഡേ ട്രെയിനിങ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 15 ദിവസത്തെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഇത് ചേരുന്നതിന് മുന്നേ എനിക്ക് ഈ ടീച്ചിങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് ചേർന്ന് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങിയായിരുന്നു, എപ്പോഴാണ് ടീച്ചറായിട്ട് കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അപ്പോൾ ഒരു 15 ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു UP സ്കൂളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, കൂത്താട്ടുള്ളത്. അപ്പോൾ ഒരു 15 ദിവസത്തെ ചെറിയൊരു ട്രെയിനിങ് ആണെങ്കിലും ഒരു എനിക്ക് തോന്നുന്നു ഒരുപാട് മെമ്മറീസ് കിട്ടുന്ന രീതിക്ക് ഒരു എന്താ പറയുക ട്രെയിനിങ് ജേർണി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ സ്വപ്നം കണ്ട ഓരോ കാര്യങ്ങൾ ഇങ്ങനെ യാഥാർത്ഥ്യമാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അപ്പോൾ ഇന്ന് ആ ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു 5:45 ആയപ്പോഴത്തേക്കിനും ഇക്കാക്കക്ക് കടയിൽ പോകണമായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് എണീറ്റ് അപ്പം മുതൽ ജോലി ചെയ്തു. ഓൾമോസ്റ്റ് എൻ്റെ ജോലികളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അടിച്ചു വാരി പിന്നെ എന്താണ് അലക്കാനൊക്കെ ഇട്ട് അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയേക്കാണ്. ഇപ്പം മെയിനായിട്ട് എനിക്ക് ഏറ്റവും കിട്ടിയ പണി എന്ന് പറയുമ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ പാത്തുവിനെ അംഗനവാടി വിടണം. അവളെയും ചേർത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പണി അതാണ്. കാരണം പണ്ട് എൻ്റെ ഉമ്മ ചെയ്ത കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ടാസ്ക്. അതായത് എനിക്ക് മാത്രമാണ് പോകണമെങ്കിൽ ജസ്റ്റ് എണീറ്റ് ആ ഒരു സമയത്തെല്ലാം തീർത്തും പോയത്. ഇത് പാത്തുവിനെയും കൂടെ എണീപ്പിക്കണം, വിടണം. പിന്നെ ഏറ്റവും വലിയ പാട് എനിക്ക് സാരി ഉടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെനിക്ക് ഉടുക്കാൻ പറ്റിയാൽ ഞാൻ ഇട്ടുകൊണ്ട് പോകും, അല്ലെങ്കിൽ പിന്നെ അതെല്ലാം അഴിച്ചുറച്ച് കളഞ്ഞിട്ട് ചുരിദാർ തന്നെ ഇട്ടുകൊണ്ട് പോകേണ്ടി വരും. സാരി ഞാൻ ഒരെണ്ണം മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടണം എന്നുണ്ട്. അപ്പോൾ സമയം കിട്ടി അല്ലെങ്കിൽ എനിക്കത് ഉടുക്കാൻ കറക്റ്റായിട്ട് പറ്റിയാൽ അത് ഇട്ടുകൊണ്ട് പോകും, ഇല്ലെങ്കിൽ ഞാൻ ചുരിദാർ ഇട്ടുകൊണ്ട് പോകും. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ കിച്ചണിൽ കറിയൊക്കെ റെഡിയാക്കി എനിക്ക് കൊണ്ടുപോകാനുള്ളതും ബാത്തുവിന് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാനുള്ളതും എല്ലാം ഒന്ന് റെഡിയാക്കാൻ കരുതി. നേരം വെളുത്ത് വന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോട്ടെ. ഒറ്റ വഴിയെ ഞാൻ കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ ഓർമ്മ തന്നെയെന്നറിയാമോ, പണ്ട് എൻ്റെ ഉമ്മച്ചി എന്നെ സ്കൂളിൽ ഇട്ടതാണ്. പണ്ട് നമ്മൾ വിചാരിക്കുമ്പം ഉമ്മച്ചിക്കല്ല ഈസിയാണ്, ഉമ്മച്ചിയെല്ലാം നമുക്ക് കറക്റ്റ് സമയം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തന്നു എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ പുറകിൽ എന്തോ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പം രാവിലെ എനിക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ എണീറ്റ് ഇങ്ങനത്തെ കുറേ ജോലി ചെയ്യാന്നൊക്കെ പറയുന്നത് ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴോ അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ രാവിലെ എണീറ്റ് ജോലിയൊക്കെ ചെയ്ത് സെറ്റാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് അതും നടന്നു. ഇങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ എണീച്ച് ഓൾമോസ്റ്റ് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പരിപാടിയും കൂടെ കഴിഞ്ഞു. എനിക്ക് 9:30 ആകുമ്പോഴത്തേക്കിനും അവിടെ ചെല്ലണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും 7 മണി ആയിട്ടുണ്ട്. 5 മണിയായപ്പോൾ എണീറ്റ് 5:30 കാക്കാനും ഇട്ട്. പിന്നെ എനിക്ക് കുറച്ച് ഇന്നത്തേക്കുള്ള ലെസൺ പ്ലാനുകളും പിന്നെ കുറച്ച് ചാർട്ട് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നലെ രാത്രി ചെയ്തു വെച്ചായിരുന്നു. പക്ഷേ അതൊക്കെ ഒന്ന് എന്തൊക്കെയാണെന്നൊന്നും കൂടെ റീചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു 6 മണിയായപ്പോഴത്തേക്കും ക്ലീനിങ് ആക്കി. അതായത് അടിച്ചു വാരുക, പിന്നെ പാത്രം കഴുകുക, പിന്നെ അതേപോലെ തന്നെ തുണി അലക്കുക, ഈ കാര്യങ്ങളെല്ലാം അത് റെഡിയാക്കി. അപ്പോൾ 7 മണിക്ക് കുക്കിങ്, 8 മണിക്ക് റെഡി ആവല്, പാത്തുവിനെ പിന്നെ റെഡി ആവല്, 9 മണിക്ക് പോകല് എന്നാണ് ഞാൻ ടൈം ടേബിൾ വെച്ചേക്കുന്നത്. ഇത് നടക്കുമെന്നറിയില്ല. പാത്തു സഹകരിക്കുന്ന പക്ഷം ഇതെല്ലാം നടക്കും, പാത്തു സഹകരിക്കാത്ത പക്ഷം എനിക്കറിയില്ല. അപ്പോൾ ഇപ്പം എന്തായാലും ഉച്ചക്കത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇന്നലെ കുറച്ച് കൂന്തൽ കിട്ടിയായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാൻ കരുതി. അപ്പോൾ ചോറിന് അതും കൊണ്ടുപോകാം. പിന്നെന്താ ഉച്ചക്കത്തേക്ക് ഇവർക്ക് ഓൾറെഡി മീൻകറി ഇരിപ്പുണ്ട്. റോസ്റ്റ് എന്ന നിലയ്ക്ക് അതായിക്കുള്ളൂ. പിന്നെ രാവിലത്തെ കറിക്ക് ആസ് യൂഷ്വൽ ഉപ്പുമാവുമ്പോൾ പെട്ടെന്ന് കഴിയും. ഞാൻ ദോശമാവും നോക്കി പക്ഷേ കിട്ടിയില്ല. കാരണം അല്ലെങ്കിൽ ഇന്നലെ അരച്ച് വെക്കാമെന്ന് കരുതി, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അത് കാരണം റവ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് ഉപ്പുമാവും പിന്നെ പഴം ഇരിപ്പുണ്ട്. അപ്പോൾ
അപ്പോൾ ഉപ്പുമാവും പഴമാക്കാനായിട്ട് എനിക്കൊരാൾക്ക് മതിയല്ലോ. പാത്തു എന്തായാലും ഇത് ചിലപ്പോൾ കഴിക്കില്ല, പാത്തുവിന് മുട്ട തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഉമ്മാക്കും അത് കുഴപ്പമില്ല. ഓൾമോസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ ഇന്നത്തെ ജോലി കഴിയും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷം നടക്കാൻ പോകുമെന്ന് പറഞ്ഞത്. പണ്ട് ഇത് പഠിക്കുമ്പോഴത്തേക്കും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്നു, പഠിപ്പിക്കാൻ നേരത്തെ കാക്ക കൊണ്ടുവിടുന്നു എന്നുള്ളതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ യാഥാർത്ഥ്യം ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല. ഈ ട്രെയിനിങ്ങിന് പോയ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത് അവിടുന്ന് പോരാൻ തോന്നില്ല. നമുക്ക് ആദ്യമൊക്കെ തോന്നും പിള്ളേർ ഭയങ്കര അലമ്പാണ് അങ്ങനെയാണെന്നൊക്കെ, പക്ഷേ നമുക്ക് അവിടുന്ന് പോകാൻ തോന്നില്ല എന്നാണ്. അപ്പോൾ എന്തായാലും ഞാൻ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ സ്കൂളിൽ വന്നിട്ടുണ്ട്. പിള്ളേരെല്ലാവരും വെളിയിൽ പോയേക്കുക. കുറച്ച് നേരത്തെയാണ് വന്നത്, 9:30 ആയിട്ടുള്ളൂ. തുടങ്ങാൻ പോകുന്നുള്ളൂ, 10 മണിക്കാണ്. സ്കൂളിൻ്റെ ക്ലാസ്സിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. പിള്ളേരെല്ലാവരും അവരുടെ വാഷ്റൂമൊക്കെ ആയിട്ട്. എനിക്കൊരു ഹെൽപ്പർ ടീച്ചർ ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരി കൊണ്ടുപോയേക്കാം കേട്ടോ. ക്ലാസ്സിൻ്റെ അകം ഇതാണ് ഞാൻ ചെയ്ത സംഭവം കേട്ടോ. ഇത് ഞാൻ കൊണ്ടുവന്ന ടീച്ചിങ് എയ്ഡ് ആട്ടോ. ഇത് പിക്ചർ വിത്ത് കളേഴ്സ് എന്നുള്ള രീതിക്ക് പഠിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. അങ്ങനെ പിള്ളേർക്കൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് അവരോട് അതായത് സ്പെല്ലിങ് അറിയാവുന്നവരോട് എണീറ്റ് നിന്നൊന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ മക്കളെല്ലാവരും ഏകദേശം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം കിട്ടിയ ഫസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ കിട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അത് ഒരിക്കലും ഞാൻ മറക്കില്ല. അങ്ങനെ അവരുടെ എൻ്റെ ഒരു ലെസൺ പ്ലാനും എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കാമെന്ന് കരുതി. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അതായത് ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിൻ്റെ തൊട്ട് സൈഡിലത്തെ ഒരു ആക്ടിവിറ്റി ക്ലാസ് ഉണ്ട് കേട്ടോ. അത് അവർക്ക് ഇങ്ങനെ മാറി മാറി ഓരോ ദിവസം ഓരോ കുട്ടികളായിരിക്കും. ആ ഒരു ആക്ടിവിറ്റി ക്ലാസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിള്ളേർക്ക് നല്ലപോലെ പഠിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം മൊത്തം അവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്നായിരുന്നു ചോറ് കൊണ്ടുവന്നത്. പക്ഷേ നല്ല റേഷനരി ചോറും സാമ്പാറും ക്യാബേജ് തോരനും ഇതിൻ്റെയൊക്കെ ആ ഒരു മണം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പണ്ട് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ഫീലിങ്, ആ ഒരു മണം എനിക്ക് കിട്ടി. അപ്പോഴത്തേനും ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ഇവിടുന്ന് ചോറ് മതിയെന്ന്. കാരണം എനിക്ക് പെട്ടെന്ന് ആ ഒരു മണമൊക്കെ വന്നു കഴിഞ്ഞപ്പം നൊസ്റ്റു ആണ് തോന്നിയത്. പണ്ട് ക്ലാസ് വിട്ട് അതായത് ഉച്ചയ്ക്കത്തെ സമയത്ത് ഓടിപ്പോയിട്ട് ചോറ് മേടിക്കാനോ അല്ലെങ്കിൽ കഞ്ഞി 5, 6, 7, 6 ക്ലാസ്സൊക്കെ വരെ കഞ്ഞിയും പയറും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചോറ്, സാമ്പാർ, തൈര്, പിന്നെ രസം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു രുചി മനസ്സിലേക്ക് വന്നു. അങ്ങനെ പിന്നെ ഞാൻ ആ കൊണ്ടുവന്ന ചോറ് അങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാനും ടീച്ചറിൻ്റെ ഒപ്പം ഇരുന്നിട്ട് അവിടെ നിന്നുള്ള ആ ഒരു ചോറും സാമ്പാറും പിന്നെന്താ ക്യാബേജ് തോരനും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കറിയില്ല ഈ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ അറിയില്ല, അത്രയും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ടീച്ചർ കുറച്ച് ചമ്മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആര്യ ടീച്ചറിനെ ഞാൻ അവിടെ ചെന്ന് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നതെങ്കിലും ഞങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട്
എന്താ പറയുക, ഭയങ്കരമായിട്ട് സന്തോഷമായി ടീച്ചറായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കിനും. പിന്നെ വൈകുന്നേരമായപ്പോൾ, അതായത് ഞാൻ ചെന്ന ആ ദിവസം ഒരു ബുധനാഴ്ച ആയിരുന്നു. അപ്പോൾ അന്ന് അവർക്ക് പാലുണ്ടായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ ടീച്ചർ എന്നെ എടുത്തുകൊണ്ട് വന്ന് മക്കൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തു. മക്കൾ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പാല് കിട്ടുന്ന ടൈം നോക്കി വെച്ചിട്ട് കൊണ്ടുവരുന്ന പോലെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് അതിലേക്കൂടെയൊക്കെ നടന്ന് മറ്റു ടീച്ചർമാരെയൊക്കെ കണ്ട്, അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ നോട്ട് ഓൾറെഡി ടീച്ചറെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പം പേരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ പേര് വിളിച്ച് അങ്ങനെ കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും പേരൊക്കെ അറിഞ്ഞ് കൊടുക്കാൻ പറ്റി. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് 3:30-4 മണിയായപ്പോഴത്തേനും സ്കൂളിൽ നിന്ന് നേരെ ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അവിടെ നിന്ന് കാക്ക വന്നപ്പോൾ പോയി. അപ്പോൾ അതായിരുന്നു ആ ഒരു ദിവസത്തെ ഫുൾ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.